ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ടാകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായില്ല. എല്ലാവരും ശത്രുക്കളുടെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. നിങ്ങൾ അങ്ങോട്ട് ശത്രുപരമായ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ശത്രു നിങ്ങളെ തേടി എത്തിക്കോളും. എങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഉയർച്ചകൾ അവരിൽ അസൂയ ഉണ്ടാകുകയും അവർ നിങ്ങളുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. നല്ല തരത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകും. നല്ലതോളം ജോലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രു ഉണ്ടാകും. നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ശത്രു ഉണ്ടാകും. നിങ്ങൾ കലാപരമായിട്ടും കായികപരമായിട്ടും ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ മേഖലയിൽ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുടെ ശത്രുവാകും. അത് പലപ്പോഴും നിങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ശത്രുഭാവത്തിലേക്ക് കടന്നു വരിക. നിങ്ങൾ അറിയുന്നവർ തന്നെയായിരിക്കാം ഇങ്ങനൊരു ശത്രുവായിട്ട് മാറുക. അപ്പോൾ ഇത്തരം ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കർമ്മത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതക്രമത്തെ താളം തെറ്റിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ താളം തിരിച്ച് സാമ്പത്തികമായും സാമൂഹ്യപരമായും കുടുംബപരമായും ദുരിതങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഈ ശത്രുവിൻ്റെ ആഗ്രഹം. നിങ്ങൾ നല്ലൊരു പൊതുപ്രവർത്തനമാണെങ്കിൽ സമൂഹത്തിൽ അവഹേളനങ്ങൾ ഉണ്ടാക്കി ആക്ഷേപങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുക. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് കാലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് പരസ്പര വിദ്വേഷങ്ങളെ തീർത്തുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുക. സാമ്പത്തികമായി ഉന്നത നിലയിൽ ആൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ തൊഴിൽ സ്തംഭനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ സാമ്പത്തികമായി നിങ്ങളെ തകർക്കുക, ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ദുരിതപൂർണമായ ഒരു കയത്തിലേക്ക് തള്ളിവിടുക. ഇവയെല്ലാം ശത്രു ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശത്രു നിവാരണത്തെ നമുക്ക് പലപ്പോഴും ശത്രുവിനെ കണ്ടെത്താൻ നമ്മൾ താമസിക്കാറുണ്ട്. ജ്യോതിഷപരമായിട്ട് മറ്റ് ജ്യോതിഷന്മാരെ കാണുകയും ചിലപ്പോൾ അവർ വ്യക്തമായി നമുക്കൊരു നിർദ്ദേശം തരികയും ചെയ്താൽ മാത്രമാണ് ആ ശത്രുവിനെ കണ്ടെത്താൻ സാധിക്കുക. ശത്രു ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും മറയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ യഥാർത്ഥ ശത്രു ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരും പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ശത്രുവിനെ പ്രതിരോധിക്കാനും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിയാൻ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക. പലപ്പോഴും ഇത്തരം ശത്രു നിവാരണ കർമ്മത്തിനും ശത്രുമാരണ കർമ്മത്തിനും ഒക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അനവധി പണങ്ങൾ മുടക്കി ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് ഫലമില്ലാത്തവരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ പലപ്പോഴും എന്നെ കാണാനായിട്ട് വരാറുണ്ട്. മാത്രമല്ല ചിലപ്പോൾ വരാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാകും. ഇതിനുവേണ്ടി സാമ്പത്തികം മുടക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ദൂര ദിക്കുകളിൽ നിന്ന് ഈ ശത്രുവിൻ്റെ നിരന്തരമായിട്ടുള്ള ഭീഷണിയും പ്രവർത്തനത്തിനെയും എതിരിടേണ്ടി വന്ന് തളർന്ന് അവശരായിട്ടുള്ള ആളുകളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു നിസ്സാരമായിട്ടുള്ളൊരു കർമ്മം പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ഈ കർമ്മം ഒരു നല്ല കർമ്മമല്ല. അതുകൊണ്ട് തന്നെ ഈ കർമ്മം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശത്രുവിന് നേരെ മാത്രമേ ഈ ഒരു പ്രയോഗം നിങ്ങൾ നടത്താവുള്ളൂ. ഈ പ്രയോഗം കൊണ്ടെന്തായാലും ശത്രു തടയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രയോഗം ചെയ്യുന്നത്? ഇത് ആർക്കും ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റും, ഏത് മതവിശ്വാസികൾക്കും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാം. ഏത് രാജ്യത്ത് താമസിക്കുന്നവർക്കും ചെയ്യാൻ പറ്റും. ഇതിനാകെ വേണ്ടതൊരു വിളക്ക് മാത്രമാണ്, നല്ലൊരു മനസ്സും വേണം. ഇതുണ്ടെങ്കിൽ ഈ കർമ്മം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കർമ്മം ചെയ്യുന്നത് നമ്മൾ ധൂമാവതി എന്നൊരു ദേവിയെ സങ്കല്പിച്ചിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്. സതീ ദേവി അഗ്നിയിൽ ആഹുതി ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആത്മാഹുതി ചെയ്യപ്പെടുന്നു, ആ അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന ധൂമത്തിൽ നിന്ന് പുകയിൽ നിന്നുണ്ടായ ഒരു ദേവതയാണ് ധൂമാവതി. ശത്രുവിനെ നശിപ്പിക്കുന്ന കാക്കയുടെ പുറത്ത് മലീനമസമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്ന നിൽക്കുന്നൊരു ദേവി കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവിയുടെ പ്രത്യേകത, ഇതൊരു കുടുംബത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സകലവിധ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട സാമർഥ്യമുള്ളൊരു ദേവിയാണ് ധൂമാവതി. അതുകൊണ്ട് ധൂമാവതിയുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏത് കുടുംബത്തിലും അല്ലെങ്കിൽ ഏതൊരു ആളുകളും നിലംപരിശാകുന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്താണ് ഈ കർമ്മം എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിളക്ക് കത്തിക്കാനുള്ള 5 തിരിയിട്ട വിളക്ക്, നെയ്യാകാം എണ്ണയാകാം അതിലൊഴിക്കേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ പൂജാമുറിയിൽ ഇരുന്നത് ചെയ്യരുത്. വെളിയിൽ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയിൽ നിന്ന് ചെയ്യാം. ആ മുറി ശുദ്ധത വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അശുദ്ധമായ മുറിയിൽ നിന്ന് നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾക്കും ശുദ്ധമാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് അശുദ്ധിയുടെ ദേവതയായതുകൊണ്ട് നിങ്ങളും ശുദ്ധരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട സമയം അത് പഞ്ചമി
തിഥി, ചൊവ്വ, വെള്ളി പോലുള്ള ദിവസങ്ങൾ, ഈ ദിവസങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. സന്ധ്യാസമയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയവും. ഈ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ 5 തിരിയിട്ട വിളക്ക് കത്തിച്ച് വയ്ക്കുക. അത് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുക. നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത് ഈ സമയത്ത്. എന്നിട്ട് ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളിത് ദുരുപയോഗം ചെയ്യരുത്. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. ഓം ധും ധൂമാവതിയേ നമ. മന്ത്രം ഇതാണ്. ഓം ധും ധൂമാവതിയേ നമ. ഈ മന്ത്രം നിങ്ങൾ 21 വട്ടം മനസ്സിൽ ജപിക്കണം, കണ്ണടച്ചിരുന്നിട്ട്, ഈ വിളക്ക് തെളിച്ച് വെച്ചിട്ട്. അതിനുശേഷം നിങ്ങൾ ശത്രുവിൻ്റെ പേരും നാളും പറഞ്ഞ് ആ ശത്രുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ 5 തിരിയിട്ട വിളക്ക് ഊതിക്കെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ കർമ്മത്തിനോടുകൂടി ഈ ശത്രു അടിപ്പെട്ടു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.